Ladies and gentlemen, Malayalis, welcome back to part 2 of Memories. ജിതു ജോസഫിൻ്റെ പഴയ സിനിമകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വി കെയിം അക്രോസ് മെമ്മറീസ് ആൻഡ് സജസ്റ്റഡ് ബൈ ഫ്രണ്ട്സ് ഓഫ് സംവൺ ആദർശ്. താങ്ക് യു സോ മച്ച്. ഐ ബീൻ എൻജോയിങ് ദിസ് മൂവി സോ ഫാർ. 2013 ഇത്ര നല്ല ഫിലിംസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മിസ്സായിട്ടുള്ളതിലൊരു വെരി ഇമ്പോർട്ടൻറ്റ് മൂവി വാസ് മെമ്മറീസ് ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ടു വാച്ച് ഇറ്റ് നൗ. ഇതുവരെ ഞാൻ സ്റ്റോറി നമുക്ക് ഈ 2013 സിനിമ ആയതുകൊണ്ട് സിനിമാറ്റോഗ്രഫിയിൽ മറ്റേ ഒരു പേസ് കിട്ടുന്നില്ല. മേ ബി മ്യൂസിക്കിൻ്റെ കുറവായിരിക്കാം. പക്ഷേ ആക്ച്വലി ലാഗ് എനിക്ക് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷനിലെ ഈ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതും ഒരു സാധാ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പോലല്ല. ജസ്റ്റ് എന്താ പറയുക, ഫോറൻസിക് റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഒരു സിമ്പിൾ കൺക്ലൂഷൻസ് അല്ല, ഒരു വെരി ഇൻ്റലിജൻറ്റ് ഡിറ്റക്റ്റീവ് കൺക്ലൂഡ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നേക്കുന്നത്. അപ്പോൾ ഈ സാം അലക്സ് എന്ന് പൃഥ്വിരാജിൻ്റെ സാം അലക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് വെരി യുണീക്ക്, മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ യൂഷ്വൽ ഇൻവെസ്റ്റിഗേറ്റർ ദാറ്റ് വി ഗെറ്റ് ഇൻ ദീസ് കൈൻഡ് ഓഫ് ഫിലിംസ്. ആൻഡ് ദേ ഡൺ എ ഫിനോമിനൽ ജോബ്. ആൻഡ് നമ്മൾ വില്ലൻ, ഐ തിങ്ക് ബൈ ദ എൻഡ് ഓഫ് പാർട്ട് 1 വില്ലൻ ആരാന്ന് ഡെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ദാറ്റ്സ് എ കോമൺ കണക്ഷൻ. ഇപ്പോൾ സീരിയൽ കില്ലിംഗ് അല്ല, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. And yes, that's it actually. We'll see why the villain is doing this. Without any further ado, let's get into it. And hold on, here we go. അവരുടെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ആ കോച്ചിങ് സെന്റർ പെട്ടെന്ന് വളർന്നു. Okay. മാഡത്തിന്റെ ആരാണ് ഈ പറഞ്ഞ ആനന്ദ് ഒരു മുടന്തനായിരുന്നു. ആനന്ദിന് ഒരു കാലിന് അല്പം നീളക്കുറവുണ്ടായിരുന്നു. ആനന്ദ് ഒരു പുസ്തകങ്ങളുടെ ലോകത്താണ്. ബൈബിളാണ് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. പുറമേ പ്രകടിപ്പിക്കുന്ന കണ്ടാൽ ശരിക്കും പേടി തോന്നും. ഒരിക്കൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ പാർവതി ഈ സംഭവം വീട്ടിൽ അറിയാതിരിക്കും. നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിട്ട നിങ്ങളുടെ പാരന്റ്സിനോട് ഞങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ ഈ കാര്യം വീട്ടിൽ അറിയിക്കുക എന്ന എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല. സർ ഇരിക്കൂ. നിങ്ങളുടെ മക്കള് വായിച്ചു പഠിക്കുന്ന പുസ്തകമാ. ഇവരൊന്നും ഇവിടെ പഠിക്കാൻ വരുന്നവരല്ല. ഈ നിൽക്കുന്ന 2 പേരാണ് ഗ്യാങ് ലീഡേഴ്സ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. കെട്ടിച്ചു വിടാനുള്ള പ്രായമായില്ലേ ഇവർക്ക്? ഈ തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം മേഡം. വിഷമമുണ്ട്. മേലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ ഇവരെ പറഞ്ഞുവിടും. ഞങ്ങളുടെ പേരൻസിന് മുമ്പിൽ ഞങ്ങൾ നാണം കെട്ടു. മേഡത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു പിന്നെ ഞങ്ങളോട്. ഒന്ന് വരൂ. വിമലെ തനിയെ പിടിച്ചൊരു സംസാരം. ഇത് രോഗം മറ്റതാന്നാ തോന്നണേ. നമുക്ക് ഇവനെ വെച്ചൊന്ന് കളിച്ചാലോ? ലക്ഷ്മിയും വിമലയും കൂടി ഐസക് സാറിനെ ചെന്ന് കണ്ടു. ഭയങ്കര ശല്യമാ സർ. ആനന്ദ് എപ്പോഴും വിമലയുടെ പിന്നാലെയാ. സാറ് വിളിച്ച് വഴക്കൊന്നും പറയരുത്, ഒന്ന് ഉപദേശിച്ചാൽ മാത്രം മതി. ആനന്ദ് അറിയരുത്. കാണാൻ വന്നു. ഒന്നും മിണ്ടായിരുന്നേ. ആനന്ദ് കാര്യം അറിയട്ടെ. ഹോസ്റ്റലിലുണ്ടായ ഇഷ്യൂ ആനന്ദിന് അറിയാലോ. അതിനുശേഷം ഐസക് സാറിന് ഞങ്ങളോടുള്ള സമീപനം വല്ലാതെ മാറി. പ്രത്യേകിച്ച് വിമലയോട് ഒരുതരം വൃത്തികെട്ട രീതിയിലുള്ള അടുപ്പം കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം വിമലയെ കോഴ്സ് തീരാൻ 1 മാസം കൂടെ അതുവരെ നിങ്ങൾ തമ്മിൽ കാണണ്ട. ഞങ്ങൾ പറഞ്ഞ കഥ ആനന്ദ് കണ്ണുമടച്ച് വിശ്വസിച്ചു. പിന്നീടുള്ള 1 മാസത്തിനിടയിൽ ഞങ്ങൾ തന്ത്രപൂർവ്വം ആനന്ദും ഐസക് സാറും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. എന്നിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അങ്ങനെ കോഴ്സ് എന്ത് പരിപാടിയാണിത്? മറ്റത് വരെ ഞാൻ സ്റ്റിൽ ഫൈൻ, ഇറ്റ്സ് എ പ്രാങ്ക്, ബട്ട് ദിസ് ഈസ് ജസ്റ്റ് ടു മച്ച്. ഐസക് സാർ അവളെ നിങ്ങളുടെ 2 പേരുടെ മനസ്സിലൊരു ഇതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആനന്ദിനെ കാണണ്ട. നിനക്കെങ്കിലും തുറന്നു പറഞ്ഞൂടെ? കാര്യമെല്ലാം അറിയുന്ന ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങി. അതിനുശേഷം നിങ്ങൾ ആനന്ദിനെ കണ്ടോ? കണ്ടു. അത്രേ ഉള്ളൂ. വിമലയെ കാണാൻ ഐസക് സാറും കാരണം വിമലയുടെ ജീവിതം തകർന്നത്. അവൾ ആകെ ഷോക്കിലാ. എൻട്രൻസ് എക്സാം പോലും അവൾ എഴുതുന്നില്ല. ഇനിയും നിന്നെ സ്നേഹിക്കാൻ ജീവിതം തടുത്തത് ഞങ്ങളല്ല, നിന്റെ ചേച്ചിയും ഐസക് സാറും കൂടാ. നീ അവരോട് പോയി ചോദിക്കും. വാടി. ഈ സംഭവത്തിന് ശേഷം
ഞങ്ങൾ ആനന്ദിനെ കണ്ടിട്ടില്ല. തന്നെ ഞങ്ങളെല്ലാം പല കോഴ്സുകൾ പഠിക്കാനായി പല വഴിക്ക് പിരിഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചാൽ ഈ ഒരു അഡ്രസ് ചെറിയ ഈ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് സീരിയൽ കില്ലിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇവിടെ വെച്ച് വെള്ളം അടിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ വെച്ച് അടിക്കാതിരുന്നാ പോരെ. ഇവിടെ എവിടാ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉള്ളത്? കരിയർ ടോപ്പി പോയില്ലേ? കൂട്ടിപ്പോയോ? എന്തു പറ്റി? അതിന്റെ ഉടമസ്ഥൻ ഐസക് സാറ് മരിച്ചോടെ അതൊക്കെ നിന്നുപോയി. ഓ, എത്ര നാളായി? എങ്ങനാ മരിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. തെന്നി വീണാന്നാണ് ആൾക്കാർ പറയുന്നത്. അയാളുടെ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവർക്ക് ഭ്രാന്തുമായി. കൂടെ ഒരു ചെക്കൻ അപ്പൊ അതാണ് motive. അനിയൻ ചെക്കൻ. അവൻ അവരെയും കൊണ്ട് എവിടെയോ പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരില്ല. അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാനാ. ആ വത്സമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ഈ ഐസക് സാറിന്റെ വീട്ടില് ജോലിക്ക് നിന്നതാ. ആ സ്ഥലം വിറ്റ വകയിൽ ഒരു 3 ലക്ഷം രൂപ ആ ചെറുക്കൻ ഈ സ്ത്രീക്ക് കൊടുക്കും. വണ്ടിയാ? സാറ് പോലീസാ? ഉം. എന്നാ കുറിക്കാൻ ചോദിച്ച് എന്തെങ്കിലും മനസ്സിലായില്ലേ? സാറേ, ഈ വത്സമ്മയുടെ വീട് എവിടെ? മത്സരമാണ് നമ്മുടെ ട്രംപ് 300 കാർഡ്. മീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ ഇറക്കിയാ മതി. അവർക്ക് അവിടെ പണി. മത്സമോ എന്തൊരു കുളിര്. കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് വത്സമയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. വെച്ചോ. അയാളുടെ ആക്ട്. എന്നിട്ട് താൻ കുറച്ചു നേരം അപ്പുറത്തോട്ട് മാറി നിൽക്ക്. സ്വന്തമായിട്ട് പറഞ്ഞ നമ്മൾ തമ്മിൽ ഇനി കാണില്ല. സത്യം പറയാം സാർ, സാറിന് എന്താ അറിയേണ്ടത്? പുറലോകം അറിയാത്തൊരു വലിയ രഹസ്യം വത്സമ്മയുടെ മനസ്സിലുണ്ട്. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് 1 ലക്ഷം രൂപ. പക്ഷെ ഞങ്ങൾക്ക് അത് അതിലും വില പിടിച്ച. ആനന്ദ് എന്തിനാ ഐസക്കിനെ കൊന്നത്? മനഃപൂർവ്വം കൊന്നിട്ടില്ല. അതൊരു അപകട മരണം തന്നെയാ. അറിയാതെ പറ്റിയൊരു അബദ്ധം. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ ഓർക്കുന്നില്ല സാർ. വിമല അല്ലേ? വിമല എന്നായിരുന്നു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാര്യം? 1 മാസം കഴിഞ്ഞപ്പം ആ കുഞ്ഞ് തിരിച്ചു വന്നു. അന്ന് ഇവിടെ കുഞ്ഞും ഐസക് സാറും തമ്മിൽ വീണ്ടും ഒരു വഴക്കുണ്ടായി. ഓ, അതാണ് പാർട്ട് 2. അത് അപകടം മരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ആനന്ദിനെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് അവന് മനസ്സിലായോ? ഉവ്വ് സാർ, ഞാനത് പറഞ്ഞു. ഓ യെസ്, കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. സാവധാനത്തോടെ കുഞ്ഞിനത് മനസ്സിലായി. ഉണ്ടായിരുന്നു. ഉറപ്പില്ല. അത് വെച്ച് കുഞ്ഞിനോടത് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഓക്കെ. കാരണം പ്രത്യേക സ്വഭാവക്കാരനാ. ഒരാളെ ഇഷ്ടമായ പിന്നെ ഭയങ്കര ഇഷ്ടമാ. വെറുത്ത പിന്നെ അവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഈ സംഭവങ്ങൾ എന്തുകൊണ്ടാ നിങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വെച്ചത്? പാർവതി സംഭവത്തിന് ശേഷം പാർവതിക്ക് ഭ്രാന്ത എന്ന് കേട്ടു. അങ്ങനെയൊന്നും ഇല്ല സാർ. ആ സംഭവത്തിന് ശേഷം പാർവതി കുഞ്ഞ് സംസാരിച്ചിട്ടില്ല. ഓ, ഐസക് സാർ മരിച്ച് 1 മാസത്തിന് ശേഷം ഒരു ദിവസം പറഞ്ഞ് എന്റെ കയ്യിലൊരു 3 ലക്ഷം രൂപ തന്നു. വീട്ടിലും ഓഫീസിലും ഉണ്ടായിരുന്ന പേപ്പറുകളൊക്കെ തീയിട്ട് നശിപ്പിച്ചു. കുറെ പേപ്പറുകളൊക്കെ തെരഞ്ഞു പിടിച്ചെടുത്തോണ്ട് പോയി. ഐസക് 10 കൊല്ലത്തോളം ഉണ്ടാകാതിരുന്ന് കിട്ടിയതാ. ഇവിടുന്ന് പോകുമ്പോ പാർവതി കുഞ്ഞിന് 2 മാസമാ. ആനന്ദ് തിരികെ വന്നപ്പോഴാ പാർവതി കുഞ്ഞൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഞാൻ അറിഞ്ഞത്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പഴയ ഫോട്ടോസോ അഡ്രസ്സോ? ഈ ആനന്ദ് ഇതുവരെ ഫേസ് റിവീൽ ഇല്ല ചെയ്തിട്ടില്ല. സാർ, എന്റെ കയ്യിൽ ഒന്നുമില്ല. രേഖാചിത്രം സത്യമായിട്ടും എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ. We are back to zero. അല്ല, ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ്. ഇയാൾക്ക് സന്തോഷം. ഐ ഡോണ്ട് ഹാവ് ദ ഫെയിൻറ്റസ്റ്റ് ഐഡിയ സർ. സ്കെച്ച് ആർട്ടിസ്റ്റ് മോൻ വരയ്ക്കാൻ പറ്റില്ല. പറയാ. മോൾക്ക് നല്ല സുഖമില്ല സർ. എന്തു പറ്റി? നല്ല ടെമ്പറേച്ചർ. ഇപ്പൊ ഹോസ്പിറ്റലാ. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ആന്റണി, ഇനി നമ്മൾ എന്ത് ചെയ്യും സർ? ഇയാള് എവിടെ തുടങ്ങും? എന്തെങ്കിലും തെളിവുകളോ ലിങ്കുകളോ ഉണ്ടോ? വെയിറ്റ് എ മിനിറ്റ്. അത് കണ്ടെത്തുന്നതിലാണ് ആന്റണി ഇല്ല മറ്റേ നേരത്തെ ക്രിസ്തുവിന്റെ വചനം കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. we are missing something that we are He knows Bible. സർ okay. Wait, is it him? What if it's him? പോലീസുകാർ ബൂട്ടല്ലേ ഇടുന്നത്? ഇങ്ങനൊരു സംഭവം What if it's a police boot? അതെങ്ങനെ?
അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കില്ലറെ അടുത്ത് കെട്ടിയിട്ടും പിടിക്കാൻ സാധിച്ചില്ല. ഒരു കാര്യം, ഈ വാർത്ത വർഷ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ടേ വരാൻ പാടുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് അത് നിഷേധിക്കും. ഇങ്ങനൊരു രഹസ്യ നീക്കത്തെക്കുറിച്ച് അറിയാവുന്ന മൂന്നാമതൊരാളും കൂടിയുള്ളൂ, IG അരവിന്ദാക്ഷ മേനോൻ. വ്യക്തത പാടില്ല, എങ്കിലേ അത് കില്ലർക്ക് ക്രെഡിബിൾ ആയിട്ട് തോന്നും. ഇൻട്രസ്റ്റിംഗ്. കണ്ടു ചൂടുള്ള വാർത്ത. ചേട്ടാ 2 രൂപ ചില്ലറ വേണം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. അജ്ഞാത കൊലപാതകി ഒരു പോലീസുകാരൻ കണ്ടു. പോലീസുകാരൻ കൊലയാളിയെ കണ്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ? ആര് പറഞ്ഞു? ഞാനോ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റോ അറിഞ്ഞിട്ടില്ല സർ, പക്ഷെ പത്രത്തിൽ ഏത് പത്രത്തിൽ? നിങ്ങൾ പത്രക്കാരോട് പോയി ചോദിക്കൂ. സർ, നോ മോർ കമന്റ്സ് സർ, പ്ലീസ് നോ. ചെറുപ്പക്കാരായ 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ തിരോധാനവും ഇതെന്താണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കൊലപാതകി ഇത് വെച്ചിട്ട് റൈറ്റ് മനസ്സിലായോ? ഇയാൾക്ക് മനസ്സിലാവോ? ദാറ്റ് മീൻസ് ലോട്ട് ഓഫ് സെൻസ്. ഇയാളെ സ്കെച്ച് ജീപ്പ്, റെഡ് ജീപ്പ്. ഓ, അത് ജീപ്പല്ലേ? കുറച്ച് റിസ്കിയാണ്. നമ്മുടെ പഴയ കേസ് അന്വേഷണം കുറേ എലമെൻറ്റ്സ് ഉണ്ട് കണക്റ്റ് ആവാത്തല്ലേ. പൃഥ്വിരാജിൻ്റെ പാസ്റ്റ്, പിന്നെ ആ ഒരു ബ്രദറിന് എന്തോ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്കൊരു തോന്നുന്നു. പൃഥ്വിരാജിൻ്റെ ബ്രദറിന് കഥയിൽ എവിടെയെങ്കിലും വരേണ്ട ആവശ്യമുണ്ട്. കാരണം ആ ഒരു സ്റ്റോറി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ കിട്ടാത്ത പോലെ. ഓ നോ, ഓ നോ, ഓക്കെ. He could have gotten, man. Shit. This is what alcohol does to you. പുള്ളിക്കാരൻ മുടന്നുണ്ട്. Come on. You are drunk, man. You are fucking drunk on duty. That's the problem. മറ്റേ പോലീസുകാരനെവിടെ? He's got a knife. At least stop with the drinking now. You lost the killer, man. നീഡ്സ് ഇറ്റ്. ഒറ്റയടിക്ക് നിർത്താവുന്ന ഒന്നല്ല ആൽക്കഹോളിസം. അളവ് അല്പാൽപമായി കുറച്ച് കൊണ്ടുവന്ന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതാണ് ഇവിടുത്തെ രീതി. Fair enough. With dilution, yes, that makes sense. That's the right approach. You can't focus, man. It's getting better. Full power. Sam Alex is back. What is that? Hey, you got him? Oh, this guy. Oh no. Oh no. ഇവൻ പിക്ചറിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ദാറ്റ് മേക്ക് സെൻസ്, റൈറ്റ്? ഇതിനു മുന്നേ ഇതേപോലെ സംഭവിച്ചേ. യുവർ ലൗഡ് വൺസ് ഗോട്ട് കിൽഡ് ഇൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ. Oh, this is gonna be a bad news. Another victim. പേര് നാസർ, ഭാര്യയുടെ പേര് ലക്ഷ്മി. അവർ തേനിയിലാണ് താമസം. അവിടെ അവർക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. 3 ദിവസം മുമ്പാണ് അയാളെ കാണാതായത്. ബോഡി ഇന്ന് രാവിലെ കിട്ടി. എവിടെ നിന്ന്? പീരിമേഡ്. ബോഡി കിട്ടിയെന്നോ? ഓ, അത് മുന്നത്തെ വിക്ടിം. ഈ വിക്ടിം അല്ല. അയ്യോ, പണി. സാം ഇതെങ്ങനെ അറിഞ്ഞു? അറിഞ്ഞതല്ല സർ, ഇറ്റ്സ് എ കാൽക്കുലേറ്റഡ് ഗസ്. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആദ്യത്തെ കൊലപാതകങ്ങൾക്കിടയിൽ ഇടവേളകൾ 5-6 മാസങ്ങളായി. പോലീസുകാരുടെ ചെറിയ സംശയമുണ്ട്. ഇപ്പൊ അത് 1.5 മാസമായി കുറഞ്ഞ ചെറുപ്പക്കാരനെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം. സർ, നമുക്ക് ഇതുവരെ കിട്ടിയ തെളിവുകളും ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റിയും ഈ കഥകളും ചേർത്ത് മീഡിയയിലൊന്ന് കൊടുത്താലോ? 5ാമത്തെ പെൺകുട്ടി ഇതറിഞ്ഞാൽ നമ്മളെ സമീപിക്കില്ലേ? ആലോചിക്കാവുന്ന കാര്യമല്ലേ അത്? പാടില്ല സർ. കില്ലർ ആരാണ്
എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ലെങ്കിലും പേരുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ അയാൾ മുങ്ങും. പക്ഷെ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചാലോ? സഹായിച്ചാൽ അതിന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇനി കണ്ടെത്തിയാൽ തന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സെൻട്രിക് കില്ലർ ഔട്ട് ദെയർ. വത്സമയുടെ മൊഴിയിൽ നിന്നും അത് വ്യക്തമാണ്. ആനന്ദ് എന്തിനാണ് തിരിച്ചു വന്നത്? സ്ഥലം വിൽപ്പന മാത്രമായിരുന്നു അവന്റെ ഉദ്ദേശം. ഹി ജസ്റ്റ് ഇറേസ്ഡ് ഹിംസെൽഫ്. ആനന്ദ് എന്ന ഐഡന്റിറ്റി തന്നെ അവൻ ഇല്ലാതാക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു പുതിയ ഐഡന്റിറ്റിയിലാകും അവൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അവൻ പലതും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു സർ. സാം പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനിയൊരു വ്യക്തിയും കൂടി അത് പാടില്ല. സാർ ഇത് കണ്ടോ? ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും 150 കിലോമീറ്റർ മാറിയാണ് രണ്ടാമത്തെ ബോഡി കണ്ടെത്തിയത്. ഈ 2 പോയിന്റ്സിൽ നിന്നും വീണ്ടും 150 കിലോമീറ്റർ മാറിയാണ് മൂന്നാമത്തെ ബോഡി. മിഡ് പോയിന്റിലാണോ കേന്ദ്രം? ഇത്തരമൊരു പാറ്റേൺ ഈ കില്ലർസിൽ നിന്നും 150 കിലോമീറ്റർ And you see this? Meeting point. Got him. ജിപ്സിക്ക് വേണ്ടിയുള്ള നമ്മുടെ തിരച്ചിൽ എന്തായി സർ? കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് അയച്ചു. Till now, no positive result. അവൻ ഏത് ഭാഗത്തുണ്ടാകുമെന്ന് എനിക്കറിയാം. Got him. മാന്നാനം. ഞാൻ മാന്നാനത്തെ പഠിച്ച മാന്നാനം. I need a thorough search for this gypsy around this place. ഹാർഡ് ബോഡി ബലൂൺ ടയറുള്ള ജിപ്സി ഇവിടെ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, അങ്ങനെ ഒരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, I'll be there in no time. ആ പയ്യനെ മറ്റാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഓക്കെ? അതുകൊണ്ട് സർ. ഇവിടെ വെച്ചാണോ ആ പയ്യനെ വണ്ടി കണ്ടത്? അല്ല സർ. പിന്നെ കുമരകത്ത് വെച്ച്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വർഷമായി. ആ വണ്ടി ഇപ്പോഴും ഓർത്തിരിക്കാനുള്ള കാരണം എന്താ? അതിന്റെ ടയർ ഇത് ഇത്രയും വീതി ഉണ്ടായിരുന്നു സാർ. കണ്ടാ തിരിച്ചറിയോ? ആ, കഴിഞ്ഞ ആഴ്ചയും കൂടെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു സ്വിഫ്റ്റിന്റെ മഡ് ഫ്ലാപ്പ് വാങ്ങാൻ ഒരാൾ ഇവിടെ വന്നില്ലേ? അയാളെ പറ്റിയാ സാർ ചോദിക്കുന്നത്. ഞാനിപ്പോ ഓർക്കുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു സാർ. വണ്ടി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല സാർ, ഞാൻ പുറത്തേക്ക് പോയില്ല. അയാൾ അകത്ത് വന്ന് മഡ് ഫ്ലാപ്പ് വാങ്ങി ഉടൻ തന്നെ മാറ്റിയിട്ട് പോവുകയും ചെയ്തു. അത് മാറ്റിയിരുന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു മുടന്തോ അങ്ങനെ എന്തെങ്കിലും. ഒരു കേസിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം. ഹലോ അമ്മേ, ഞാൻ ജോണച്ചനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നീ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് പോയി. മോനെ അതിന് ഫലം കിട്ടണമെങ്കിൽ അമ്മേ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനൊരല്പം തിരക്കിലാണ്, ഞാൻ വിളിക്കാം. പണം എടുത്തുന്നത് ഇടത് കൈ കൊണ്ടാ സാർ? കാരനാണോ ഒന്ന്? അങ്ങനെ തോന്നാൻ എന്താ കാര്യം? പണ്ട് കുമരകത്തുള്ള സർവീസ് സ്റ്റേഷനിൽ വന്നപ്പോ 1-2 തവണ ആ വണ്ടിയിൽ കേരള പോലീസിന് ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അയാള് ഡോക്ടറാ സാറേ. അയാള് ഡോക്ടറാണെന്ന് എങ്ങനെ മനസ്സിലായി? ശരിയായിരുന്നില്ല. നിനക്ക് അയാളെ അറിയോ? ഇല്ല സാർ, ആ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് മാറ്റാനാ. ഇടങ്കയ്യാണ് സാറേ. എനിക്കൊരു സംശയമുണ്ട്, അയാളൊരു പോലീസുകാരനാണോ എന്ന്. അയാൾ ഡോക്ടറാ സാറേ. ആ വണ്ടിയിൽ കേരള പോലീസിന് എഴുതിയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. മിസ്സിംഗ് സംതിങ്. Do we actually? Is it actually him? എന്ത് സംഭവിക്കുന്നത്? ഇയാൾ തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇത്ര നാളും മറ്റേ പോലീസുകാരനെ സംശയിച്ചു. സായി സർവീസ് സ്റ്റേഷനിൽ പോയിരുന്നു. സാർ, ഞാൻ കണ്ടത് ഇയാളല്ല. പോലീസുകാരനല്ലോ. ഓക്കെ. ആ സ്വിഫ്റ്റിന്റെ മഡ് ഫ്ലാപ്പ് ഒന്ന് മാറ്റണം. Oh
അങ്ങോട്ടാ ആ വണ്ടിയുടെ മഫ്ലാക്ക് മാറ്റാൻ. അയാൾ ഇപ്പൊ എവിടെയുണ്ട്? അയാൾ ലീവിലാണ്. പുള്ളിക്കാരൻ ഇടയ്ക്ക് ലീവ് എടുത്ത് കറങ്ങാറുള്ളതാണ്. ഫോണിൽ പോലും കിട്ടില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കും, അയാൾ വിളിക്കും. അതാ പതിവ്. ഔട്ട്! ആന്റണി സർ, എല്ലാത്തിനും പുറത്തിറക്ക്. ഒറ്റ ഒരെണ്ണത്തിന് അകത്തേക്ക് വിടരുത് സർ. ഡോക്ടർ, കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഈ പീറ്റർ ലീവ് എടുത്ത ഡേറ്റ്സും അവരുടെ ബോഡി കണ്ടെത്തിയ ഡേറ്റ്സും എനിക്ക് വേണം സർ. ജൂൺ 18, 24. സുരേഷ്, അവസാനത്തെ ചെറുപ്പക്കാരൻ മിസ്സായ ഡേറ്റും അയാളുടെ ബോഡി കണ്ടെത്തിയ ഡേറ്റും ഏതാ സർ? അതിന്റെ പ്രീവിയസ് ഡേറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഹലോ അമ്മേ, ഞാനൊരു എമർജൻസി സിറ്റുവേഷനിലാണ്. ഒന്ന് തിരിച്ച് വിളിക്കാം. കേൾക്കണം പറയുന്ന കാര്യം. മെയ് 3-ാം തീയതി ബോഡി കിട്ടി. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കിയുള്ള ഡേറ്റ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കും. സെൽഫോണിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓഫ് ആയിരിക്കും. സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യം സംസാരിക്കണം. ഒരു കാരണവശാലും അയാൾക്ക് സംശയം തോന്നരുത്. ഹലോ സർ, സാം ആണ്. I think he already He's our man. knows me. സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ. Oh, that's the മകളാണല്ലേ മറ്റേ അവരുടെ. അവരൊക്കെ എവിടെ? അമ്മയും മകളും എവിടെ? മകളുമാണെന്ന് തോന്നുന്നു സർ. സുരേഷ് സർ. ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടെ വിളിക്കൂ. സർ. ആവശ്യം എന്താണെന്ന് കൂടി. സ്കൂളാന്ന് തോന്നുന്നു. എവിടെ? അറിയില്ല. ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പീറ്റർ തയ്യാറായിരുന്നില്ല. ഇത് തന്നെ വളരെ യാദൃശ്യമായിട്ടാ പറഞ്ഞത്. അത്ര സുഖകരമല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. ഉടനെ ഒരു ടീമുമായിട്ട് പാമ്പാടിയിൽ പോയി അന്വേഷിക്കണം. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റൻസ് ആവശ്യപ്പെട്ടോളൂ. സർ. പാസ്വേഡ് കണ്ടുപിടിക്കോ ആന്റണി? So this is all our problem. Oh man, പഴയ കമ്പ്യൂട്ടർ. Nostalgia. ഇതേതാ? വിൻഡോസ് വിസ്റ്റ XP ആണെന്ന് തോന്നുന്നു അല്ലേ? വിൻഡോസ് XP 2.59 GB കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹൈഡ് ചെയ്യണ്ടേ ബ്രോ? അഞ്ചാമത്തെ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? അനിത. Oh shit. Did you connect the dots, brother? Did you connect the dots? വീട്ടിലോട്ട് വിളി. Oh no. സമയമുണ്ടല്ലോ വിളിക്കാൻ. ഹലോ അമ്മേ. ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. സഞ്ജു നിന്നെങ്ങനെ വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ അമ്മേ? മോള് വിളിച്ചിരുന്നു. സഞ്ജു മെനഞ്ഞൊരു ടൂറിന് പോയതാ. ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞിട്ടോ. It's all over again. പുള്ളിക്കാരന്റെ കഥ തുടങ്ങിയത് തന്നെ എങ്ങനെയാണല്ലോ അലക്സ്. യോ ഇതില് സഞ്ജു പോയാൽ I don't know man. You need to save Sanju man. There is a lot at stake here. അവന്റെ കയ്യിലാ. കടലേറി ഞാൻ. മീനോടാണോ പറയണേ? Oh no, I don't like this. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് നിന്റെ ഭാര്യയാണ് സുഹൃത്തെ. ഒരു മനുഷ്യനായി നിന്നെ ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാക്കി മാറ്റുകയാണ്. How lucky you are, Sanju. Please, please, don't you get it? എന്നെ കൊല്ലരുത് പ്ലീസ്. നിങ്ങളും തരൂ. You can't give him what you want. നിന്റെ ഭാര്യയും കൂട്ടുകാരികളും കൂടെ തകർത്ത എന്റെ കുടുംബത്തെ തിരിച്ചു തരൂ. അതിനുവേണ്ടി സഹായം നിനക്ക് ചെയ്യാൻ സാധിക്കും. But for that, you need to die. Sacrifice your life. No, you should sacrifice your life. No, you should sacrifice your life. Oh no, this is bad. He need to hurry. No, not the right time. Your brother. Why are you even looking at that? Don't do it. Don't do it. Stop. No. No.
no. Yes. രാജുവേട്ടൻ പവർ. ഒരു താനും വെള്ളം ഓടിയില്ല. He knows, man. He's not going to. സിം ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഹലോ സർ, പാമ്പാടി ഭാഗത്ത് അവിടെ എവിടെയായിട്ടാണ് സാർ ടവർ? അവിടെ Okay, സെന്റ് nice. ജോസഫ് ചർച്ച് ഉണ്ട്. Yes. അതിനടുത്താണ് ടവർ. സിഗ്നൽ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ആ ടവറിന് 1/2 കിലോമീറ്റർ റേഡിയസ് പക്ഷെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. യെസ് സർ, ഐ ആം ഓൺ മൈ വേ. Oh, wait, what? He's imagining it. He's imagining it. He was imagining it. Gun, take gun. This is getting intense. I hope he's not too late. കാരണം സഞ്ജു ഇതിൻ്റെ അത് മരിക്കുകയാണെങ്കിൽ എല്ലാം തകിടം മറിയും. കാരണം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. അമ്മയും കൊച്ചും പോയത് കൊണ്ടുള്ള ഹോബിയിലുണ്ടായി. Get him. Now he knows, man. He's going to be prepared. Fast. Hidden door. Attic. Yeah. Cellar. Oh, he's still alive. Come on. You need to save one. സഞ്ജു, He's prepared. പുള്ളിക്കാരൻ എന്തോ പ്ലാൻ ഉണ്ട്. Man. Okay. I'm getting tense. Wait, no. അടുത്തേക്ക് പോകണ്ട. He has something planned. Yeah, I know. ഞാൻ പ്രതീക്ഷിച്ചാലും വളരെ നേരത്തെ നിങ്ങൾ എന്റെ അടുത്തെത്തിയിരിക്കുന്നു. You are smart. Official duty ആയിരുന്നെങ്കിൽ now it's personal. Come up with a plan, brother. Last time in this situation you lost. നല്ലൊരു സഹോദരനെ നിങ്ങൾ ഞാൻ കാണുന്നു. Ideas, you need ideas. Come on, let's go. Oh no, he cannot shoot. വെടിവെച്ച എല്ലാം പൊട്ടും. ശരിക്കും പെട്ട്. Gun is useless here. Situation ആണ് പുറത്ത് വരും. Think. വേറെ എന്ത് കാണിക്കാന്? അയാള് what are you doing? Don't use your gun. Wait, what? Do it. എന്നെ കൊന്നിട്ട് അനിയനെ രക്ഷിക്കണമല്ലേ? ആയിക്കോട്ടെ. What are you trying to? Gun use it. Boy, ഇടിക്ക്. Use your fist. Hurry. Shoot me. Dude, you can. Don't shoot him. Yes, he knows. Boy, പിടിക്ക്. Tackle. You have a chance. Bro, what are you doing? ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കില്ല സാം. ആർക്കും. Oh no. Wait, he is something else planned. പെട്ടെന്ന് ടാക്കിൾ ചെയ്യണോ? ഫാസ്റ്റ്. പെട്ട് ശരിക്കും പെട്ട്. Oh no. Now it's my turn. പീറ്റർ, നോ. നിന്റെ ചേച്ചിയുടെ മകള് നിനക്കെന്തെങ്കിലും സംഭവിച്ച പീറ്റർ, അവക്ക് വേറെ ആരുമില്ല. സൈക്കോളജിക്കൽ മൂവ്. വർക്കായില്ല. Good try. But I'm sorry, Sam. Nothing personal. He has an idea. Come on, let's go. What are you doing? Distraction. Oh shit. I've never seen that. Bro. That is amazing. Nikku Varia. വെള്ളം ഉണ്ടെങ്കിൽ സ്പാർക്ക് വരില്ല. സ്പാർക്ക് ഇല്ലെങ്കിൽ പൊട്ട
കൊള്ളത്തില്ല. സത്യമായി ഞാൻ ഒരു സിനിമയിൽ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. ഈ KGF ഒരു സീനുണ്ട്, അവൻ മൊത്തവും പെട്രോൾ ഒഴിച്ചിട്ട് എന്താ പറയുക ആരെങ്കിലും വെടിവെക്കുമെന്ന് ചോദിക്കുന്ന ഒരു സീനില്ല. ആ സീനിൽ ബേസിക്കലി ഈ ടാക്ടിക് ഉപയോഗിച്ചിട്ട് അവനെ വെടിവെക്കായിരുന്നു. വെള്ളം വെച്ചിട്ട് വെടിവെച്ചാൽ പോരായിരുന്നോ? അല്ല ബട്ട് അവൻ്റെ അവൻ്റെ ദേഹത്ത് ഉണ്ടല്ലേ. അല്ല പക്ഷെ അവൻ്റെ ദേഹത്ത് കൊള്ളുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഗണ്ണിൻ്റെ സ്പാർക്കല്ലേ പണി ഉണ്ടാക്കൂ. ആൾ മാറിയല്ലോ. ശേ ലുക്കൊക്കെ മാറി. ഓ ഇത് മകൾ. That's promising. That's promising. That's a good plan. Ladies and gentlemen, Malayalis. അടിപൊളി സിനിമയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വാസ് ബെറ്റർ ദാൻ സിഗ്നിഫിക്കലി ബെറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ് ഇറ്റ് ടു ബി. ഈ ഒരു റേറ്റിംഗ് ഐ തിങ്ക് പ്രത്യേകിച്ചും 2013 ഈ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ, ഇപ്പം ഇപ്പോഴത്തെ ബെറ്റർ സിനിമാറ്റോഗ്രഫി മ്യൂസിക് എല്ലാം വെച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ ഐ തിങ്ക് ഒരു 8 റേറ്റിംഗ് ഈസ് ഗുഡ് ഫോർ ദിസ് മൂവി. കാരണം ഒരു നല്ല ത്രില്ലറായിരുന്നു. പിന്നെ ഞാൻ ആ പോലീസുകാരനാണെന്ന് എന്നെപ്പോലെ പല ആൾക്കാർ സംശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനാണോ എന്നുള്ളൊരു സംശയം നമ്മളിലേക്ക് ലൈക്ക് അതവർ യൂട്ടിലൈസ് ചെയ്തു. കാരണം അതിനുള്ള ക്ലൂസ്, കാരണം ആ ബൂട്ടിൻ്റെ കാര്യം, പോലീസ് ഫയൽസ് കണ്ട കാര്യം, അപ്പോൾ മറ്റേ പുള്ളിയാണോ എന്ന് ഞാൻ നല്ല രീതിയിൽ ഡൗട്ട് ചെയ്തു. പുള്ളിയുടെ പേരെന്തായിരുന്നു? ശ്രീജിത്ത് രവി, ആൻ്റണിയുടെ ക്യാരക്ടർ. പിന്നെ ആ ലാസ്റ്റ് ഷോട്ട് മാൻ, ആ ഗൺ ഷോട്ട് വാസ് വാ. അത് ലിറ്ററലി പോസിബിളാണോ? പോസിബിൾ ആയിരിക്കില്ല. കാരണം സ്പാർക്ക് ആകെ ഫയർ ചെയ്യുമ്പോൾ മാത്രമേ സ്പാർക്ക് വരുള്ളൂ. ബോഡി കൊള്ളുമ്പോൾ സ്പാർക്ക് വരാനുള്ള പോസിബിലിറ്റി ഇല്ല, പിയേഴ്സിങ് മാത്രമേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ ബേസിക്കലി KGF അത് ചെയ്യായിരുന്നു. KGF മറ്റേ യശ് തിരിച്ച് നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വല്ലതും എടുത്ത് വെച്ചിട്ട് വെടിവെച്ചാൽ അവൻ ചാവുമായിരുന്നു. സോ സിമ്പിൾ. പൃഥ്വിരാജിന് റോക്കിക്ക് അപ്പോൾ പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ റോക്കിയെ വെടിയിച്ച് താഴെ ഇടുമായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ബ്രില്യൻ ക്ലൈമാക്സ്. ദാറ്റ് വാസ് ഫിനോമിനൽ മാൻ. രാഹുൽ മാധവ്, മിയ ജോർജ്, ഡിസ്നി ജെയിംസോ, ശരിക്കും ഡിസ്നി എന്നാണ് പേര് ഇയാളുടെ. വൈ ഡിസ്നി? പക്ഷെ ഇതിൽ എന്താ പറയുക, നമ്മുടെ പൃഥ്വിരാജിൻ്റെ പഴയ പാസ്റ്റിലുള്ള ആൾക്കാരൊന്നും ഓക്കെ ആ ടെററിസ്റ്റിനെ വെടിവെച്ച് കൊന്നു. അപ്പോൾ അതിനിപ്പോൾ ഒന്നും ഉണ്ടാവാനില്ല. ദാറ്റ്സ് ഡൺ ആക്ച്വലി. പക്ഷേ ഈ സാം അലക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് വെരി നൈസ് മാൻ. ഒരു ഡ്രങ്ക് യാർഡ് ക്യാരക്ടർ. പക്ഷെ ആ ക്യാരക്ടറിന് ഇപ്പോൾ ഒരു പുതിയ ഫിലിമിൽ, ഒരു സീക്വലിൽ സാം അലക്സിൻ്റെ സെയിം ക്യാരക്ടർ വരുവാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിന് അത്ര ഡെപ്ത് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ അകത്താണ് അയാളുടെ സ്റ്റോറി നമ്മൾ കാണുന്നത്. ആ ഡിപ്രഷനിൽ നിന്ന് മാറുന്നു, പിന്നെ കേസ് അന്വേഷിക്കാനുള്ള ആ ഒരു ഗ്രോത്ത്, കേസ് അന്വേഷണത്തിൻ്റെ പാർട്ടായിട്ട് വെള്ളമടി ഹിൻഡ്രൻസ് ആയിട്ട് വരുമ്പോൾ വെള്ളമടി നിർത്തുന്നു. കുറേ നല്ല മെസ്സേജസ് സിനിമയിലുണ്ട്. ആദ്യം ഇത്രയും വെള്ളമടിക്കുന്ന കാണുമ്പോൾ ഐ തോട്ട് ലൈക്ക് അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണിക്കുകയാണെന്ന്. വെള്ളം അടിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു മെസ്സേജ് തരുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരണം അതിനെ ഒരിക്കലും ഒരു ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ആ മറ്റേ വില്ലനെ ഓടിക്കുമ്പോൾ അയാൾ മിസ്സായി പോകുന്നതും ആ ഗൺ ഷോട്ട് മിസ്സാവുന്നതും ഒക്കെ വെള്ളമടി കൊണ്ടാണ്. ദർ ഇസ് നോ വേ ദാറ്റ് ജസ്റ്റിഫൈങ് ദിസ്. ആൻഡ് ദർ ലൈക്ക് ലോട്ട് ഓഫ് റിയലി ബ്യൂട്ടിഫുൾ തിങ്സ് ഹാപ്പനിങ് ഇൻ ദിസ് മൂവി. അവരുടെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അവിടെ കുറച്ച് ക്രിഞ്ച് അടിച്ചെങ്കിലും വെരി വെൽ ഡൺ. ജീതു ജോസഫിൻ്റെ മൂവീസ്, ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് നോ. ജീതു ജോസഫ്. ഓക്കെ, മൂവീസ്. ആദ്യത്തെ സിനിമ, യോ man, he has lot of movies actually. First film, ഓക്കെ നമുക്ക് നോക്കാം. ദൃശ്യം, മിറാഷ്, ദൃശ്യം 3, ദൃശ്യം 2, നേര് ഞാൻ കണ്ടിട്ടില്ല. 7.5. ഓക്കെ, 88% ഓഫ് ഗൂഗിൾ റിവ്യൂസ് വാച്ച്. അപ്പോൾ നമുക്ക് നേരെ കണ്ടാലോ. എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ വേറെ അടുത്ത ജീതു ജോസഫിൻ്റെ മൂവീസ്? കമൻറ്റ് സെക്ഷനിൽ പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ടു വാച്ച് നെക്സ്റ്റ്. അത് കാണാം. അപ്പോൾ എന്നെക്കാളും ബെറ്റർ നിങ്ങൾക്ക് ഇതൊക്കെ മലയാള സിനിമയാണ്. ദൃശ്യമല്ലേ? ഓ ഇതിന് ഡബ്ബാണ് ബേസിക്കലി. ഓക്കെ ഫൈൻ. ഞാൻ വിചാരിച്ചു പാപനാശം. ഓക്കെ, ദാറ്റ് മേക്ക് സെൻസ്. 12th Man ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യം 12th Man
കാണാൻ കുറച്ച് സിനിമ ഉണ്ട്. IMDb 6.8. 81% of users like this film. ഓക്കെ. പിന്നെ നുണക്കുഴി റാം ആദി തമ്പി ദ ബോഡി ലൈഫ് ഓഫ് ജോസ് കുട്ടി. ലൈഫ് ജോസ് കുട്ടിയോ? ഇത് നമ്മുടെ വേറെ ജോസ് കുട്ടി, ദിലീപിൻ്റെ ജോസ് കുട്ടി. അങ്ങനെ ഹിറ്റായില്ല. ദ ബോഡി ഇതൊക്കെ ഏത് സിനിമയാണ്? മൈ ഗോഡ്, ഹീസ് ഡൺ എ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. പക്ഷെ അതൊന്നും ഹിറ്റായില്ല. ദൃശ്യം എന്തൊക്കെയാ വേരിയേഷൻസ് ആണ്. വലതുവശത്തെ കള്ളൻ. ശരി, ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാനൊന്നും കേൾക്കണില്ലല്ലോ. റേറ്റിംഗ് കുറഞ്ഞു. IMDb 6.9 ആയി. പക്ഷെ ആൾക്കാർ കുറച്ചവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തോന്നുന്നു. മറ്റതുപോലെ അങ്ങ് കൊളുത്തിയില്ല. ട്രെയിലർ ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. സ്റ്റിൽ ഐ തിങ്ക് എനിക്കിതിൽ കണ്ടിട്ട് ഡിറ്റക്റ്റീവ് മാൻ ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് എ റിയലി ഗുഡ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി അത്. ഇത് 7 റേറ്റിങ്ങിനെക്കാളും മേളിൽ ഞാൻ കൊടുക്കും. ഞാനൊരു 7.5 കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ക്രൈം ത്രില്ലേഴ്സിന് ജീതു ജോസഫിൻ്റെ ഒരു നാക്കുണ്ട്. വേറെ എവിടെയും വന്നിട്ടില്ല. വേറെ ആരും എനിക്ക് ആ ഒരു ജീതു ജോസഫിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് വേറെ ആരും കൊടുക്കുന്നതായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ആ ഡിറ്റക്റ്റീവിലെ ക്ലൈമാക്സ് വാസ് വാ ബ്യൂട്ടിഫുൾ. കുമ്മൻ കണ്ടു. അപ്പോൾ എനിക്ക് ഇത് വച്ചിട്ട് എനിക്ക് കാണാൻ തോന്നുന്നത് നീല. നീല അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട് അല്ലേ. ദൃശ്യം 1 ഉം 2 ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ ദൃശ്യം 3 അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നേര് കാണാം നെക്സ്റ്റ്. ദിസ് മൂവി വാസ് വെരി നൈസ്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഓഫ് സമ്മൺ ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് നേരാണ് എനിക്ക് കാണാൻ തോന്നുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നു കഴിയും. Tax evasion, illegal activities within an organization, not a crime thriller. Okay. That'll be it, people, for part 2 of Memories, and I really enjoyed this movie, honestly. കാരണം ആ ഒരു സമയത്ത് ഇത്ര നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഉണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയുള്ളത്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നുള്ള കാര്യം ഞാൻ ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കാണുമായിരുന്നു. മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കാണുമായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഗൺ ഷോട്ട്. ഞാനൊരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. പൊതുവേ ഞാൻ ഇഷ്ടംപോലെ ക്രൈം കാണുന്നതാണ്, ക്രൈം റിലേറ്റഡ് മൂവീസ് ഇംഗ്ലീഷിലൊക്കെ കാണുന്നതാണ്. പക്ഷെ അതിൽ ഞാൻ എവിടെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ജീതു ജോസഫിൻ്റെ യുണീക്ക് എലമെൻ്റാണ്. പിന്നെ ആ ഒരു ക്രൈമിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ സാം അലക്സ് എന്ന് പറയുന്ന ക്യാരക്ടറും പുള്ളിക്കാരനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഓരോ മെത്തഡോളജിയും ആ ഒരു യുണീക്ക് റെവലേഷൻസ്. ഈവൻ നമ്മൾ എന്താ പറയുക, റീസെൻ്റായിട്ട് ഞാൻ കണ്ട ഏതെങ്കിലും ഫിലിംസിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈവൻ 5-ാം പാതിരയിൽ വരെ ആ ഡിറ്റക്റ്റീവ് ഇൻ്റലിജൻസ് അത് നമുക്ക് കാണാൻ പറ്റില്ല. കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളോ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് കാര്യം എടുത്തിട്ട് ഒരു ഷെർലക് ഹോംസ് ലെവലിലുള്ളൊരു സാധനം ഞാൻ ഇതുവരെയും അധികം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഫോറൻസിക്കിൽ ടൊവിനോയുടെ ക്യാരക്ടർ. പുള്ളിക്കാരൻ കുറേ നൈസ് മൂവ്സ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഡിറ്റക്റ്റീവായിട്ട് ഇൻസ്റ്റിങ്സ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനത്തെ എലമെൻ്റുള്ള സാധനം കുറവാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഫിലിമിൽ അതിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നൈസായിരുന്നു. പിന്നെ CBI ഒബ്വിയസ്ലി സേതുരാം അയ്യർ നേരറിയാൻ. പക്ഷേ CBI 5 അവർ കുളമാക്കി ഇത്രയും ബിൽഡപ്പ് കൊണ്ടുവന്നിട്ട്. സോ അങ്ങനത്തെ ഒരു യുണീക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് പെർസ്പെക്റ്റീവിൽ നോക്കാൻ പറ്റുന്നൊരു ഡയറക്ടറാണ് ജീതു ജോസഫ്. അതെല്ലാം നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഐ റിയലി എൻജോയ് ദിസ് മൂവി ആൻഡ് any other Jeetu Joseph movies that you want me to watch, then let me know in the comment section below. Other trailers or movies or something that you want me to react to, that also let me know in the comment section below. Unless you guys next video, good night, bye.